മുന്തിരിയുടേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വിഭാഗം ആളുകൾ സബീബ് ഉണക്ക മുന്തിരി തങ്ങൾക്ക് ഹദിയ കൊണ്ടുവന്നു. സബീബ് മുന്തിരി ഉണങ്ങിയതും കഴിക്കാം, ഫ്രഷ് ആയിട്ടും കഴിക്കാം. സബീബ് എന്ന് പറയുന്നത് മുന്തിരി ഇനബ് ഉണങ്ങുമ്പോഴാണ് നമ്മൾ സബീബ് എന്ന് പറയാം. ഉണക്ക മുന്തിരി എന്ന് പറയില്ലേ, ഇതിനാണ് സബീബ്. ഫഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബിസ്മില്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ കഴിക്കട്ടെ. കുലൂ കുലൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ. നിഅമത്തുആമു അസ്സബീബ്, എത്ര നല്ല ഭക്ഷണമാണ് മുന്തിരി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യശുദ്ദുൽ അശ്ബ വയുദ്ഹിബുൽ വസബ, ക്ഷീണം അകറ്റുകയും ഞരമ്പുകൾക്ക് നാഡികൾക്ക് ഉന്മേഷം നൽകുകയും ചെയ്യുന്ന ഭക്ഷണം. വയുത്ഫിഉൽ ഗളബ, ദേശക്കാരന്റെ ദേഷ്യം കുറഞ്ഞു പോകാൻ സഹായകമാകുന്ന ഭക്ഷണം. വയുർളിർ റബ്ബ, അല്ലാഹുവിന് തൃപ്തിയുള്ള ഭക്ഷണം. വയുതയ്യിബുൻ നക്ഹ, മനുഷ്യന്റെ വാസനകൾ നന്നാക്കുന്ന ഭക്ഷണം. വയുദ്ഹിബുൽ ബൽഗമ, മനുഷ്യന്റെ കഫത്തിന്റെ അസുഖങ്ങൾ ഇല്ലാതെയാക്കുന്ന ഭക്ഷണം. വയുസഫിൽ ലൗന, തൊലിക്ക് നല്ല തെളിച്ചം നൽകുന്ന ഭക്ഷണം. കുലൂ നിഅമത്തുആമി അസ്സബീബ്, നല്ല ഭക്ഷണമാണ് മുന്തിരി. ബിസ്മില്ലാഹി കുലൂ, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് ഭക്ഷിച്ചോളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് ഗുണങ്ങളുണ്ട്, എന്നാ പിന്നെ ചോറ് ഒഴിവാക്കി മുന്തിരി തിന്നാലോ എന്ന് തോന്നുന്നുണ്ടല്ലേ. ഖുർആനിൽ പറഞ്ഞ ഈ പഴങ്ങളൊക്കെ കഴിക്കണം എന്നാ. ഒന്ന് ഈത്തപ്പഴം, വീട്ടിൽ ഈത്തപ്പഴം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഇവിടൊക്കെ പറ്റും, നാട്ടിലിപ്പം പറ്റില്ല എന്ന് വരും. ഇവിടെ നിന്നൊക്കെ റൂമിൽ എന്ത് ചെയ്യാം, ഒരൽപ്പം ഈത്തപ്പഴം ഉണ്ടായിരിക്കുക. സബീബ്, ഉണക്ക മുന്തിരി. നമ്മളെ നാട്ടിലെ വിഷടിച്ച് കൊണ്ടുവരുന്ന മുന്തിരിനെ പറ്റിയല്ലേ ഈ പറഞ്ഞ ഹദീസ്.